പ്രാർത്ഥനയും ഉപവാസവുമൊക്കെയായി പാപമോചനത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് ദിവ്യ ഔഷധത്തിൻ്റെ സമർപ്പണ സായുജ്യം കൂടി സമ്മാനിക്കുകയാണ് ചേർത്തല തങ്കിപ്പള്ളിയിലെ നേർച്ചക്കഞ്ഞി വിതരണം. പൂർവികർ നടത്തിയ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണകളുമായാണ് ആണ്ടുതോറും തങ്കിപ്പള്ളിയിൽ നേർച്ചക്കഞ്ഞി വിതരണം അരങ്ങേറുന്നത്. ഇവിടുത്തെ ഈ ദിവ്യ ഔഷധ സമർപ്പണത്തിന് 8 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട്. തങ്കി പ്രദേശത്ത് 1936 കാലയളവിൽ നിലനിന്നിരുന്ന പട്ടിണിക്കും ദാരിദ്ര്യത്തിനും രോഗദുരിതങ്ങൾക്കും ആത്മീയതയിൽ അധിഷ്ഠിതമായ പരിഹാരമായി വിദേശത്തു നിന്നും ഈ ദേവാലയത്തിലേക്ക് തിരുസ്വരൂപം എത്തിച്ചു. പ്രദേശവാസികളായ അത്താഴ പട്ടിണിക്കാർ പിടിയേരി ശേഖരിച്ച് വിൽപ്പന നടത്തി കിട്ടിയ പണം സ്വരൂപിച്ചാണ് തിരുസ്വരൂപം ഇവിടേക്ക് എത്തിച്ചത്. ഈ സമയം നാനാജാതി മതസ്ഥരായ പ്രദേശവാസികൾ പ്രാർത്ഥനയും ഉപവാസവുമായി പള്ളിമുറ്റത്ത് സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇവർക്കായി പാകപ്പെടുത്തി നൽകിയ കഞ്ഞി ഭക്ഷിച്ചതിലൂടെ പലർക്കും ഉദരരോഗ സംഹാരവും ആത്മീയ ശാന്തിയും മനസമാധാനവുമൊക്കെ കൈവരിക്കപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. ഈയൊരു വിശ്വാസത്തിൽ തുടർന്നും ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം മുടങ്ങാതെ നടന്നുവരികയാണ്. പരമ്പരാഗത രീതിയിൽ പാകപ്പെടുത്തുന്ന കഞ്ഞിയും കറികളും മൺചട്ടിയിലാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. നാനാജാതി മതസ്ഥർ നേർച്ചക്കഞ്ഞി സ്വീകരിക്കുന്നതിനായി തങ്കിപ്പള്ളിയിലെത്തുന്നു. വിശ്വാസികളുടെ ബാഹുല്യ നിമിത്തം ഇപ്പോൾ പെസഹ രാത്രി മുതൽ ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് വരെയാണ് ഇവിടുത്തെ നേർച്ചക്കഞ്ഞി വിതരണം. കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം തങ്കിപ്പള്ളിയിൽ വന്നിട്ട് 80 വർഷം പൂർത്തിയാവുകയാണ്. അന്നത്തെ അമ്മമാരുടെ പിടിയേരി സമർപ്പണത്തിൻ്റെ 80ാമത് വാർഷികം കൂടിയാണ് ഈ വർഷം ആചരിക്കുന്നത്. അന്ന് പട്ടിണിയിലും രോഗത്തിലുമായിരുന്ന ഇവിടുത്തെ ജനങ്ങൾ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഇവിടെ വന്നപ്പോൾ ആ രോഗശമനത്തിനായി പട്ടിണിയിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് കഞ്ഞി വെച്ച് അത് ചട്ടിയിൽ വിളമ്പി എല്ലാവരും കൂടി ഭക്ഷിച്ച് സംതൃപ്തി അടഞ്ഞതിൻ്റെ ഓർമ്മ കൂടിയാണ് എല്ലാ വർഷവും ദുഃഖവ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചട്ടിയിൽ നേർച്ച കഞ്ഞി വിതരണം ചെയ്യുന്നത്. മറ്റ് ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ദേവാലയത്തെ എല്ലാ വിശ്വാസികളും കൂടുതൽ അനുഭവസമ്പന്നമാക്കുന്നതും ഈ ചട്ടിയിൽ നേർച്ച വിളമ്പുന്ന ഒരനുഭവം കൂടിയാണ്. 100 കിൻഡൽ അരി ഇത്തവണ നേർച്ചക്കഞ്ഞിക്കായി കരുതിയിരുന്നു. നേർച്ചക്കഞ്ഞി സ്വീകരിച്ച് അത്ഭുത തിരുസ്വരൂപം വണങ്ങി ആത്മീയ സായുജ്യം നേടിയാണ് വിശ്വാസികൾ തങ്കിപ്പള്ളിയുടെ തിരുമുറ്റത്തു നിന്നും യാത്രയാകുന്നത്.